Hi students, നമ്മൾ കെമിസ്ട്രിയുടെ സെക്കൻഡ് ഇയർ മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് CUET-യുടെ. നമുക്ക് നോക്കാം. A reaction of zero order is found to take 160 minutes for 80% completion of the reaction. The rate constant is. Reaction R gives P ആണെന്ന് വിചാരിക്കും മക്കളെ. റിയാക്ഷൻ നടക്കുമ്പോൾ 80% കംപ്ലീറ്റ് ആയി എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇനീഷ്യലി ഇത് 1A ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 1 ആണ് ഉള്ളതെന്ന് വിചാരിച്ചോ. അപ്പൊ 80% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 0.8 പോയി. അപ്പൊ ഇവിടെ 0.8 ഉണ്ടായി. ഇവിടെ ബാക്കിയുള്ളത് 0.2, ഇവിടെ 0.8 അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് പോകുന്നത് എത്രയാണ് എമൗണ്ട്? 0.8 ആണ്. ഇത് മക്കൾക്ക് മനസ്സിലായോ? ഇനി സീറോ ഓർഡർ റിയാക്ഷന്റെ ടൈം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താണ്? ടൈം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ടൈം T is equal to R0 minus R by K, or you can write it as KT is equal to R0 minus R. ഈ R0 എന്ന് പറയുന്നത് ഇനീഷ്യലും R എന്ന് പറയുന്നത് ഫൈനലും കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ കോൺസെൻട്രേഷൻ R കിട്ടാൻ ചെയ്യേണ്ടത് R0 മൈനസ് KT ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, R0 എന്ന് പറയുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് KT കുറച്ചപ്പോ യു വിൽ ഗെറ്റ് ഫൈനൽ കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് ദിസ് KT ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡികമ്പോസ്ഡ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡികമ്പോസ്ഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 80% റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന്. അപ്പോ എത്രയായിരിക്കും, എത്ര റിയാക്ടന്റ് ആയിരിക്കും ഡികമ്പോസ് ചെയ്യുക? യെസ്, ഇറ്റ് ഈസ് 0.8. So KT, which is equal to, we can consider it as X, which is equal to 0.8. And it is given that the time taken for this reaction is 160 minutes. So K into 160 is equal to 0.8. So in order to get the value of K, you must do 0.8 divided by 160, or 8 by 16 into 10 into 10 raised to minus 1. ഈ 8ഉം 16ഉം വെട്ടാം. It will become 1 by 2. 10 raised to minus 1 കൂടി അടിയിലേക്ക് വരുമ്പോൾ it will become 100. 2 into 100, 200. So 1 by 200 will be the correct answer. Option 4 will be the correct answer. Clear? Moving to second question. In the face-centered cubic unit cell, face center എന്നല്ല, ഏതൊരു യൂണിറ്റ് സെൽ എടുത്താലും നിങ്ങൾക്കറിയാം, ഏതൊരു യൂണിറ്റ് സെൽ എടുത്താലും നിങ്ങൾക്കറിയാം. നോക്കുക, ഇവിടെ എത്ര ഫേസുകളുമായിട്ടാണ്, എത്ര യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഇവർ ഷെയർ ചെയ്യുന്നത്? ഇതൊന്ന്, 2, 3, 4, ഇവിടെ ഒന്ന് 5, മുന്നോട്ടൊന്ന് 6. അങ്ങനെ 6 പേരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ഓപ്ഷൻ 4. The mole fraction of solution of mole fraction of solute in 1 molal aqueous solution is. 1 molal എന്ന് പറഞ്ഞാൽ 1 mole of solute will be present in 1000 gram of solvent, that is 1000 gram of water. Clear? ഒരു മോൾ ഉണ്ട് എത്ര ഗ്രാമില്? 1000 ഗ്രാമില് അല്ലേ? How will you calculate the mole fraction? Mole fraction of solute will be equal to number of moles of solute by total number of moles of solution. Okay, ഒരു മോൾ ആണ് സൊല്യൂട്ട് എങ്കിൽ 1 എടുക്കാം, by 1 plus. ഇനി എത്രയാണ് വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ്? 1000 divided by 80. You all know that it is 55.5. So it is 1 by 56.5. 1 by 56.5 ചെയ്യുമ്പോൾ it will be equal to 0.018. Option 4 will be the correct answer. അടുത്തത്
Name of the following compounds. Name of some compounds are given. Which one of the following is not in IUPAC name? Not in IUPAC name. IUPAC name ആയിട്ട് പരിഗണിക്കാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ തന്നിരിക്കുന്ന പേരുകൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് നമ്പർ ചെയ്യണം. സോ ഇറ്റ് ഈസ് 3-methyl-butane-2-ol കറക്റ്റ് ആണ്. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഡബിൾ ബോണ്ട് കണ്ടു, അതിനാണ് പ്രയോറിറ്റി. അതിനെ ആദ്യം കാണുന്ന രീതിയിൽ നമ്പർ ചെയ്യുക. സോ ഇറ്റ് ഈസ് 2-ethyl-3-methyl-butadiene. ഇനി ഇവിടെ നിന്ന് നമ്പർ ചെയ്യുന്ന 1 2 3 4 5 വരും. സോ നാലാമത്തെ കാർബണിലുള്ള ഈ CH3 ഇങ്ങോട്ടൊരു CH3 കൂടി കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 4-methyl-2-pentyne. ഇനി ഇത് 3-methyl-4-ethyl എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈതയിൽ വേണം ആദ്യം പറയാൻ, കാരണം ആൽഫബറ്റിക് ഓർഡർ. അപ്പോൾ ഇത് IUPAC സിസ്റ്റം അല്ല, അല്ലാത്തത് ഓപ്ഷൻ 1. അടുത്തത് when attraction between AB is more than AA and BB. AA-യും BB-യും നോക്കുമ്പോൾ നമുക്കറിയാം 2 കോമ്പോണൻസ് വെച്ചിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കാം. ഈ AA എന്ന് പറയുന്ന കോമ്പോണൻറ്റും BB എന്ന് പറയുന്ന കോമ്പോണൻറ്റും വെച്ചിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് കോമ്പോണൻറ്റ്, ദിസ് ഈസ് സെക്കൻഡ് കോമ്പോണൻറ്റ്. അങ്ങനെ ഉണ്ടാക്കിയ സൊല്യൂഷനിൽ AB വന്നിട്ടുണ്ട്. ആൻഡ് ഈ AB ഇൻട്രാക്ഷൻസ് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ്ങർ ആണെങ്കിൽ അവർ നന്നായിട്ട് പിടിച്ചു വലിക്കും. അങ്ങനെ നന്നായിട്ട് പിടിച്ചു വലിച്ചാൽ പെട്ടെന്ന് വേപ്പർ ആവാൻ പറ്റുമോ? ഇല്ല, പെട്ടെന്ന് വേപ്പർ ആവാൻ പറ്റില്ല. എക്സ്പെക്ട് ചെയ്ത വേപ്പർ പ്രഷർ റൗൾസ് ലോനേക്കാളും കുറയും. സോ ഇറ്റ് വിൽ ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. അടുത്ത, ഓൺ വാർമിംഗ് വിത്ത് സിൽവർ പൗഡർ ക്ലോറോഫോം ഈസ് കൺവേർട്ടഡ് ഇൻ ടു. നിങ്ങൾക്കറിയാം ക്ലോറോഫോം എന്ന് പറയുമ്പോൾ CHCl3 ആണ്. സിൽവർ പൗഡറുമായിട്ട് വാം ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? 6AgCl പോവും. 6AgCl പോയാൽ ബാക്കിയുള്ളത് CH ട്രിപ്പിൾ ബോണ്ട് CH. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഈഥൈൻ. ഓപ്ഷൻ 1. അടുത്ത, ആൽക്കീൻ ഫോംഡ് വെൻ tertiary butyl chloride. tertiary butyl chloride എന്ന് പറയുമ്പോൾ CH3C CH3CH3Cl is treated with a sodium metal. സോഡിയം മെറ്റലുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വുഡ്സ് റിയാക്ഷൻ സ്കോപ്പ് ഉണ്ടോ നോക്കിയതാണ്. പക്ഷെ ടെർഷറി ആകുമ്പോൾ അവിടെ എലിമിനേഷൻ നടക്കും. എന്ത് നടക്കും? എലിമിനേഷൻ. എലിമിനേഷൻ നടക്കുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും ഇവിടുത്തെ ക്ലോറിനും ചേർന്ന് HCl പോകും. സോ ഇറ്റ് വിൽ ഫോം CH3C. ഇവിടെ ഒരു CH3, ഇവിടെ ഡബിൾ ബോണ്ട് CH2. സോ ദിസ് ഇസ് isobutene. Okay. A cell constant is generally found by measuring the conductivity of aqueous solution of KCl. KCl-ന്റെ aqueous solutionൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. The function of AlCl3 in Friedel-Crafts reaction is. നമ്മൾ AlCl3നെ ഉപയോഗിക്കുന്നു അല്ലേ? Friedel-Crafts റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറിനെ പോലുള്ള ആളുകളെ യൂസ് ചെയ്യുക. AlCl3 will break the bond between chlorine and it is known as halogen carrier. ഹാലജനെ കട്ടുകൊണ്ട് പോണ ആള് ഹാലജൻ കാരിയർ. and it will produce Cl+. Cl+ന് ഇഷ്ടം നെഗറ്റീവ് ചാർജിനോടാണ്. നെഗറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്നവനെ ഇലക്ട്രോഫൈൽ എന്ന് വിളിക്കാം. ഇലക്ട്രോഫൈലായ Cl+നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AlCl3 യൂസ് ചെയ്തത്. സോ 10ന് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 3. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇത് കാണാതെ അറിയേണ്ടതാണ്. ഫിനോള ഹൈഡ്രജൻ സൈനൈഡും HCl-ഉം അൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗട്ടർമാൻ-കോഷ് റിയാക്ഷൻ. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ 2. വേറൊരു ഗട്ടർമാൻ റിയാക്ഷൻ ഉണ്ട്, അതും കൂടി ഓർക്കണം. ഇത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഇനീഷ്യൽ റേറ്റ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ടു സീറോ ഓർഡർ. ഫസ്റ്റ് ഓർഡർ ടു സീറോ ഓർഡറിന്റെ റേറ്റുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് K1 × R⁻². സീറോ ഓർഡർ ആണെങ്കിൽ നമുക്കതിനെ K0 എന്ന് വിളിക്കാം.
ഇവർ തമ്മിലുള്ള റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലെ. അസ്യൂമിങ് ദാറ്റ് സെയിം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, രണ്ടിനും സെയിം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കാൻ. സോ ഇത് K1 into R0 എന്ന് വരും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ദിസ് വിൽ ബി K0. K1 ടി ഹാഫിന്റെ ടേംസിൽ എഴുതാം. ഫസ്റ്റ് ഓർഡറിന്റെ 0.693 by ടി ഹാഫ്, രണ്ടിൻ്റെയും ടി ഹാഫ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു R0. ഇവിടെ ഇത് R0/2K ആണ് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് ടി ഹാഫിന്റെ എക്സ്പ്രഷൻ R0/2 ടി ഹാഫ്. ഇനി R0 വെട്ടിപ്പോയി, ടി ഹാഫും വെട്ടിപ്പോയി, 2 ന്യൂമറേറ്ററിലേക്ക് വന്നു, 2 into 0.693. That is 1.386. So 2 into 0.693 will be the answer. Which is incorrect about a physics option. Physics option പറ്റി പറയുമ്പോൾ ഇൻകറക്റ്റ് ഏതാണ്? Physics option reversible ആണ്. It has lesser heat of absorption. Heat of adsorption എന്നാ വേണ്ടത്, heat of adsorption. Which is incorrect about physics option എന്നാ പറഞ്ഞത്. physics option reversible ആണ്, അഡ്സോപ്ഷനും ഡീസോപ്ഷനും നടക്കും. ഇറ്റ് ഹാസ് ലീസ്റ്റ് ഹീറ്റ് ഓഫ് അഡ്സോപ്ഷൻ. ലീസ്റ്റ് ഹീറ്റ് ഓഫ് അഡ്സോപ്ഷൻ ആണ്. കെമീസ് ഓപ്ഷന് കൂടുതലാണ്. ഇത് 20 to 40 kJ. ഇറ്റ് റിക്വയർസ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി വേണ്ടത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാനാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് ഓപ്ഷന് അത് ശരിയല്ല. അപ്പൊ 13ാമത്തേന് കറക്റ്റായ ഓപ്ഷൻ വരുന്നത് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്തത് which is the correct electronic configuration for a D6 octahedral complex in a weak field ligand. വീക്ക് ലിഗാൻഡിന്റെ പ്രസൻസിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും നമ്മൾ? നിങ്ങൾക്കറിയാം, പെയറിംഗ് എനർജിനേക്കാളും വലുതാണ് സ്പ്ലിറ്റിംഗ് എനർജി എങ്കിൽ പെയറിംഗ് നടക്കോ? ഇല്ല. ഇവിടെ അപ്പം എന്ത് നടക്കുന്നില്ല? പെയറിംഗ് നടക്കുന്നില്ല. T2Gയിൽ 4ഉം EGയിൽ 2ഉം ആണ് ഇവിടെ ഉണ്ടാവുന്നത്. T2Gയിൽ 4ഉം EGയിൽ 2ഉം തന്നെയാണ് ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്തത്, paramagnetism of O2 plus is due to the presence of odd electron in the molecular orbital. O2 plus 16ഉം 1ഉം 15 ഇലക്ട്രോൺ ഉള്ള സ്പീഷ്യസ്. You all know to write the electronic configuration as sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2. Next one is sigma 2pz2 and pi to px, which is equal to pi to py. ഇപ്പോൾ 14 ആയിട്ടുണ്ടാവും. 2 2 4 6 8 10 12 14. അടുത്ത പൈ സ്റ്റാർ ടു പി എക്സ് ഈക്വൽ ടു പൈ സ്റ്റാർ ടു പി വൈ. അപ്പൊ പൈ സ്റ്റാർ ഓർബിറ്റലിലാണ് ഇനി ഒരു ഇലക്ട്രോൺ പോകുന്നത്. അത് 2px-ലാവാം 2py-ലാവാം. ഇവിടെ പൈ സ്റ്റാർ 2py ഉണ്ട്. പൈ സ്റ്റാർ 2py-ൽ ഒരു ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്നും പാരാമാഗ്നറ്റിക് ആണെന്നും പറയാം. സോ 15ന് പറ്റിയ ഓപ്ഷൻ 4. വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ. ഓക്സിഡൈസ്ഡ് ടു ഓക്സിജൻ ബൈ. വാട്ടറിനെ ഫ്ലൂറിനാക്കി അല്ല ഓക്സിജനാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്കറിയാം, വാട്ടറിനെ ഓക്സിഡൈസിങ് ഏജന്റ് ആയ ഫ്ലൂറിൻ ഈസ് ദ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഈ ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ അറിയാം. അപ്പോൾ അവനായിരിക്കും ഏറ്റവും നന്നാവുക. വിഗ്രസ് ആയിട്ട് റിയാക്ഷൻ നടത്തും, എന്നിട്ട് ഓക്സിജൻ ഉണ്ടാക്കും. ഇനി ഇത് the electrophile involved in the reaction is, ഇതേതാ റിയാക്ഷൻ? ക്ലോറോഫോമും NaOH ഫിനോളുമായി ട്രീറ്റ് ചെയ്യുന്ന ഈ റിയാക്ഷൻ നിങ്ങൾ മറക്കില്ല. റീമർ ടിമാൻ റിയാക്ഷൻ. ഇതേ സ്റ്റൈലില് അമീൻസിൽ ഒരു റിയാക്ഷൻ ഉണ്ട്, കാർബൈൽ അമീൻ റിയാക്ഷൻ. 2 റിയാക്ഷനിലും ഓർത്ത് വയ്ക്കുക, ഇന്റർമീഡിയറ്റിന്റെ പേര് ഡൈക്ലോറോ കാർബീൻ. ഓപ്ഷൻ 2. അടുത്തത്, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ റേറ്റ് ഓഫ് HCN addition to a compound A to D.
ബേസിക്കലി HCNലെ CN- ഒരു ഗുഡ് ന്യൂക്ലിയോഫൈലാണ്. CN- ഈസ് എ ഗുഡ് ന്യൂക്ലിയോഫൈൽ. ഈ ന്യൂക്ലിയോഫൈലിന്റെ റേറ്റ് 2 ഫാക്ടറുകളെയാണ് നോക്കുന്നത്. അത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റെറിക് ഹിൻഡ്രൻസും അതിലെ കാർബണിന്റെ പോസിറ്റീവ് ചാർജും. ഇതിൽ കീറ്റോണും ആൽഡിഹൈഡും എടുത്താൽ ketones are less reactive when compared to aldehydes. Ketones are less reactive when compared to aldehydes. അതെന്തുകൊണ്ടാ? നിങ്ങൾക്കറിയാം, കീറ്റോണുകളിൽ RC+R ആണ്. ഈ R ഗ്രൂപ്പും +I എഫക്റ്റ് കാണിക്കും. അതുകൊണ്ട് എന്താ, ഓക്സിജൻ ∆-, ഇത് ∆+. ഈ പ്ലസ് ചാർജിന്റെ ഇന്റൻസിറ്റി ഇവിടെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പ്ലസ് ചാർജിന്റെ ഇന്റൻസിറ്റി ഇവിടെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ അരോമാറ്റിക് ആൽഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടെങ്കിൽ അവര് അലിഫാറ്റിക്കിനേക്കാളും കുറവായിരിക്കും. അരോമാറ്റിക്കിൽ റെസണൻസ് സ്റ്റെബിലൈസേഷൻ കൂടി വന്നതോടുകൂടി അരോമാറ്റിക് ആണെങ്കിൽ നന്നായിട്ട് കുറവായിരിക്കും. അപ്പൊ ഏറ്റവും കുറവുണ്ടാവുക ആർക്കായിരിക്കും? ഇവിടെ ഫിനൈലാണ്. ഇതും ഫിനൈലാണ്. ഇത് ഫിനൈലാണ്. PH എന്നാണ്. PHCOCH3. അപ്പോ ഇവിടെ ഒരു ഫിനൈൽ റിങ് വന്നുകൊണ്ട് പിന്നെ ആർക്കായിരിക്കും? ഏറ്റവും കുറവ് ഡിക്കാണ്, പിന്നെ സിക്ക്, പിന്നെ ഇത് കീറ്റോണും ആൽഡിഹൈഡോ. കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്. പിന്നെ ബി, പിന്നെ എ. ഓക്കെ, അപ്പോ ഇത് ഓർക്ക. ഇത് ABCD ആണ് കേട്ടോ ഓപ്ഷൻ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാ? തേർഡ്. വിച്ച് ഈസ് എ ബയോഡിഗ്രേഡബിൾ പോളിമർ? വിച്ച് ഈസ് എ ബയോഡിഗ്രേഡബിൾ പോളിമർ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചർ? ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാണ് ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ ആയിരിക്കുന്നത്? 19ാമത്തെ ക്വസ്റ്റ്യന് ഇത് എന്താവാനേ സാധ്യതയുള്ളൂ? PHBV അല്ലെ? ദിസ് ഫൈൻസ് അപ്ലിക്കേഷൻ ഇൻ ഓർത്തോപീഡിക് ആൻഡ് ഈവൻ ഇൻ ഡ്രഗ് കൺട്രോൾ ഡ്രഗ് റിലീസ്. അത് പറയുമ്പോൾ തന്നെ മനസ്സിലായി. പോളിഹൈഡ്രോക്സി ബ്യൂട്രേറ്റ്, കോബീറ്റ ഹൈഡ്രോക്സി വാലറേറ്റ് എന്ന് വിളിക്കുന്ന PHBV is the correct answer. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്? അമീൻസിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യുക? ഇതില് ഗബ്രിയൽ സിന്തസിസും അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സും റിഡക്ഷൻ ഓഫ് അസൈഡ്സ് ആൻഡ് നൈട്രൈൽസ് എന്ന് പറഞ്ഞ സയനൈഡ്സും ഒക്കെ എന്താണ്? അമീൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. ഷോർട്ടൻ ബോമൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ RCOCl ഈസ് ട്രീറ്റഡ് വിത്ത് RCOCl അസിഡിക് ഹൈഡ്രജൻ ഉള്ള ആരുമായിട്ട് ട്രീറ്റ് ചെയ്യാം? R-NH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് NaOH? This acidic hydrogen will be removed along with the HCl to produce RCONH R-. This become an amide. This reaction is known as Schotten-Bowman reaction. അടുത്തത് Cerium 4. ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചത്. Cerium 4 is a good analytical agent. നമ്മൾ ടൈട്രേഷൻസിലൊക്കെ യൂസ് ചെയ്യാവുന്ന അനാലിറ്റിക്കൽ ഏജന്റ് ആണ് Cerium 4. കറക്റ്റ് ആണ്. ഇനി അടുത്തത്, ഇവിടെ melting points of lanthanodes range from 1000 to 1200 Kelvin except samarium due to its typical metallic structure. ശരിയാണ്, ഫാക്റ്റ് ആണ്. Chromium 2 reducing natural ആണ് chromium 2-ന്. ഇനി SCO3 planar ആണ് സോളിഡ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല. SCO3 exist as a tetramer in solid state. ഓർത്ത് വയ്ക്കുക, ടെട്രാമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ 4. അടുത്ത മാച്ച് സ്യൂട്ടബിളി. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇവിടെ നിങ്ങൾ അറിയാം 68% occupancy ഓഫ് സ്പേസ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ് ഈസ് BCC, ബോഡി സെന്റർ ക്യൂബിക്കിനാണ് പെർസെൻറ്റേജ് ഓർ പാക്കിംഗ് എഫിഷ്യൻസി ചെയ്തപ്പോൾ 68% കിട്ടിയത് അല്ലേ. അപ്പൊ ഇക്ക് പറ്റിയൊരു ഓപ്ഷൻ 1 അല്ലേ. ഇക്ക് 1 വരണം. ഇക്ക് 1 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇ ഈസ് കറസ്പോണ്ടിങ് ടു 1. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ, ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഇതിലെ ഇൻവേഴ്സ് സ്പൈനൽസ് സിലബസിലില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇൻവേഴ്സ് സ്പൈനലിന്റെ എക്സാമ്പിൾസ് അത് Fe3O4 ആണ്. ഓക്കെ, ഇൻവേഴ്സ് സ്പൈനലിന്റെ എക്സാമ്പിൾ Fe3O4 ആണ്. ഓക്കെ, അപ്പോ ഈ ഇൻവേഴ്സ് സ്പൈനലിന്റെ എക്സാമ്പിൾ Fe3O4, ദാറ്റ് ഈസ് 3. എക്ക് പറ്റിയത് 3 ആണ്. എക്ക് പറ്റിയത് 3 ആണ്. ഇനി ആന്റി ഫ്ലൂറേറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് CF2 പോലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്, ഫ്ലൂസ്പാർ. അതുപോലെ ആന്റി ഫ്ലൂറേറ്റ് സ്ട്രക്ചർ ഉണ്ട്, അത് Na2O. ഇനി അടുത്തത് നോർമൽ സ്പൈനൽ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന സ്പൈനൽ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് എന്ത്, സഡൻ Fe2O4. ഇനി റുട്ടൈൽ സ്ട്രക്ചറിലെ റേഷ്യോ വരുന്നത് 6:3 ആണ്. അപ്പോൾ ഓപ്ഷൻ നമുക്ക് പറയാവുന്ന ഒരു ഓപ്ഷൻ 3C ആണ്. ഓക്കെ, അടുത്ത what will be the equilibrium constant for the reaction? 2Fe3 plus 3I minus gives a 2Fe2 plus I3 minus the standard reduction potential തന്നിട്ടുണ്ട് acidic conditionൽ അല്ലേ. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് log k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. You all know that E0 cell is equal to 0.0591 by n log Kc is the expression അല്ലേ. ഈ സെല്ലിന്റെ E0 സെൽ ആദ്യം കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? E0 സെൽ is equal to E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡ് ഏതാന്ന് അറിയണം. ഇവിടെ Fe3 പ്ലസ് Fe2 പ്ലസ് ആവുന്നത് റിഡക്ഷൻ നടക്കുക എവിടെയാണ്? കാഥോഡിലാണ്. 3I മൈനസ് I3 മൈനസ് ആവുന്നത് I3 ആവുന്നത് എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറയാം അല്ലേ. അപ്പോ ഇവിടെ നടക്കുന്ന I3 അല്ല I2 ആയിരിക്കണം. I2 ആയിരിക്കും നടക്കുന്നുണ്ടാവുക. I3 മൈനസ് 2 I മൈനസ് 3 I മൈനസ് 3 ഇൻറ്റു മൈനസ് 1. യെസ്, I3 മൈനസ് ആവുന്നു. -1/3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ അല്ലേ. ഇത് -3 ഉള്ളത് -1 വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ അതെന്താ? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ നടക്കുക എവിടെ? ആനോഡില. സോ നമുക്ക് E0 കാഥോഡ് മൈനസ് E0 ആനോഡ് ചെയ്യുമ്പോൾ 0.77 മൈനസ് 0.54 ചെയ്യാം. എത്ര കിട്ടും? 3 0.23 അല്ലെ. 0.23 ആണ് എന്ത് കിട്ടിയിരിക്കുന്ന E0 സെല്ല. ഇക്വേഷനിൽ കൊടുക്കുക 0.23 is equal to 0.0591 by n നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഇവിടെ 2 × 3 പ്ലസ് എത്രയാ? 6. ഇവിടെ 4. ഇപ്പോൾ 2 ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇനി log k ഇത് ചെയ്താൽ നിങ്ങൾക്ക് log k യുടെ വാല്യൂ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് log k is equal to എത്ര കിട്ടും? 0.23 × 2 ഡിവൈഡ് ബൈ 0.06 എടുത്തോ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 0.46 ബൈ 0.06. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 7.7134. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ടേക്ക് ആൻറ്റി ലോഗ് to get the value. Anti-log of 7.7134. എന്തായാലും ആൻസറിൽ 10⁻⁷ പവറിന്റെ അടുത്ത് വരണം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ 1 ഉള്ളൂ. ആന്റിലോഗ് എടുക്കുമ്പോൾ 7 പവർ വരണം. ഇവിടെ 7 പോയിന്റ് അല്ലേ, അപ്പൊ 7 പവർ വരണം 10⁻⁷. If 3 Faradays
3 ഫാരഡെ പാസ് ചെയ്തിട്ടുണ്ട്. ഏതിലൂടെ? AgNO3യിലൂടെ. AgNO3യിലൂടെ പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ Ag+ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഒരു സിൽവർ ഉണ്ടാവുകയാണ്. 1 ഫാരഡെ കറണ്ട് നിങ്ങൾ പാസ് ചെയ്യുമ്പോൾ 1 മോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 3 ഫാരഡെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡെപ്പോസിറ്റ് 3 മോൾസ് ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് Cu2+ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പർ ആകുന്നു. 2 ഫാരഡെ പാസ് ചെയ്താൽ 1 മോള് ഡെപ്പോസിറ്റ് ചെയ്യും. 1 ഫാരഡെ പാസ് ചെയ്താൽ 1/2 മോള് ഡെപ്പോസിറ്റ് ചെയ്യും. 3 ഫാരഡെ പാസ് ചെയ്താൽ 3/2 മോള് ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്തത് AuCl3 Au3+ 3 ഇലക്ട്രോണിനെ സ്വീകരിച്ച ഗോൾഡ് ആകുന്ന പ്രോസസ്. 3 ഫാരഡെ കൊണ്ട് 1 മോള് ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ 1 ഫാരഡെ കൊണ്ട് 1/3 മോള് 3 ഫാരഡെ കൊണ്ട് എത്ര മോളാ? 1 മോളേ ഉള്ളൂ അല്ലേ? സോറി, ഇവിടെ ഓൾറെഡി വന്നല്ലോ. 3 ഫാരഡെ കൊണ്ട് 1 മോള്. എല്ലായിടത്തും നമ്മൾ 3 ഫാരഡെ പാസ് ചെയ്തു. ഇവിടെ 3 മോള്, ഇവിടെ 3/2, പിന്നെ 1 മോൾ. അപ്പൊ 3:3/2:1 ആണ്. ഇതിനെ 2വിനെ കട്ട് ചെയ്യാൻ വേണ്ടി 2 വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 6, ഇത് 3, ഇത് 2. 6:3:2, ഓപ്ഷൻ 4. അടുത്തത് increasing order of crystal field splitting power of some common ligands is. ഇത് നിങ്ങൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചു വെക്കണം കോഡുകൾ ഉപയോഗിച്ച്. അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ 4 ആയിരിക്കും. സൈനൈഡൊക്കെ സ്ട്രോങ് ആ. ഓക്കെ. നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഇൻ ദ യൂണിറ്റ് സെൽ ഓഫ് FCC, ലാറ്റിസ് ഓഫ് സിമിലർ ആറ്റം. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ് വിൽ ബി 2 times the number of atoms. will be 2n. ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ n. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫേസ് സെന്റർഡ് എത്രയാ? നിങ്ങൾക്കറിയാം ഫേസ് സെന്ററിലെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ FCC എങ്ങനെ നോക്കും? നിങ്ങൾക്കറിയാം കോർണറിലുണ്ട്, 8 കോർണറിലായിട്ട് 1/8. ഇനി 6 ഫേസ് സെന്റേഴ്സ് ഉണ്ട്. ഫേസ് സെന്ററിലെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. സോ 1 + 3 ദാറ്റ് ഈസ് 4. നമ്പർ ഓഫ് ആറ്റംസ് 4 ആണെങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? ടെട്രാഹെഡ്രൽ വോയിഡ്സ് 8. അടുത്ത റിയാക്ഷൻ ക്ലോറോബെൻസീൻ റിയാക്ട് വിത്ത് സോഡിയം. ക്ലോറോബെൻസീൻ റിയാക്ട് വിത്ത് മീഥൈൽ സയനൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സോഡ അമൈഡ് NaNH2 ആൻഡ് അമോണിയ. ഈ റിയാക്ഷൻ കാരണം ബെൻസൈൽ സയനൈഡ് ഉണ്ടാവുന്നുണ്ട്. ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് ഒരു പ്രത്യേക ഇന്റർമീഡിയറ്റ് വഴിയാണ്, ബെൻസൈൻ. ഈ ബെൻസൈൻ ഇന്റർമീഡിയറ്റ് വഴിയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇതാണ് ബെൻസൈൻ ഇന്റർമീഡിയറ്റ്. സിലബസിൽ കേട്ടിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നൈട്രോബെൻസീൻ ഈസ്. നിങ്ങൾക്കറിയാം നൈട്രോബെൻസീൻ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് നാച്ചർ കാണിക്കുന്ന ആളെ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. അങ്ങനെ പിടിച്ചു വലിച്ച് ഓർത്തോയിലും പാരയിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കും. അപ്പൊ പിന്നെ ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ മെറ്റയായിരിക്കും. സോ ഇറ്റ് വിൽ ബി മെറ്റാ ഡയറക്റ്റിംഗ് ഇൻ നാച്ചർ. ഓക്കെ. അടുത്തത് which of the following which is not true for the of the coordination compound COEN twice Cl2. അയണൈസേഷൻ ഐസോമറിസം കാണിക്കണമെങ്കിൽ 2 ഡിഫറെന്റ് അയോണുകൾ വരണം. ഇവിടെ സെയിം അയോണുകൾ വന്നതുകൊണ്ട് ക്ലോറിൻ ആണ് ഉള്ളിലും പുറത്തും ക്ലോറിൻ, അയണൈസേഷൻ സ്ഫിയറിന്റെ ഉള്ളിലും പുറത്തും സെയിം എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അയണൈസേഷൻ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന. ബാക്കിയെല്ലാം കാണിക്കാൻ പറ്റും. അതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സും ആണ്. G2 compounds are more powerful reducing agent. ലെഡിന്റെ +4 കോമ്പൗണ്ട്സ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. കാരണം ലെഡിന് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. എന്തുകൊണ്ടാണ് +4നേക്കാൾ +2 സ്റ്റേബിൾ ആയതെന്ന് ചോദിച്ചാൽ ഇനേർട്ട് പെയർ എഫക്റ്റ് ആണ് റീസൺ. നിങ്ങൾക്കറിയാം ഇനേർട്ട് പെയർ എഫക്ട് എന്ന് പറഞ്ഞാൽ S ഇലക്ട്രോണിന്റെ മടിയാണ് എന്തിൽ പങ്കെടുക്കാൻ, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള S ഇലക്ട്രോണിന്റെ മടിയെ ആണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഇനേർട്ട് പെയർ എഫക്ട്
more pronounced inert pair effect in lead than in germanium. അടുത്തത് ഈ 31ാമത്തെ കോമ്പൗണ്ടിന് പേരിടണം. ഈ പേരിടുമ്പോൾ എങ്ങനെയിടാം? ഇത് CH3CH2 C ഡബിൾ ബോണ്ടോ O C ഡബിൾ ബോണ്ടോ CH2 CH3. നോക്ക് നിങ്ങൾ, ഇത് ഏതാ കോമ്പൗണ്ട്? പ്രൊപ്പനോയിക് അൻഹൈഡ്രൈഡ് ആണ് അല്ലേ? പ്രൊപ്പനോയിക് അൻഹൈഡ്രൈഡ്. സോ പ്രൊപ്പനോയിക് അൻഹൈഡ്രൈഡ് ആണ്. പ്രൊപ്പിയോണിക് അൻഹൈഡ്രൈഡ് തെറ്റാണ്. പ്രൊപ്പനോയിക് ആണ് UPSC നിയമ. പ്രൊപ്പനോയിക്. ഓക്കെ. അടുത്ത, ഹൗ മെനി കൈറാൽ കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട്? കൈറാൽ എന്ന് പറയുമ്പോൾ ബോണ്ട് ചെയ്തത് ഡിഫറെൻ്റ് ആയ ഗ്രൂപ്പുകളുമായിട്ടാവണം. നിങ്ങൾ ഇത് വരച്ചു നോക്കിയാൽ ഇത് കൈറാല. വൈ? CH3 CH2 ഇത് C, ഇവിടെ CH3, ഇവിടെ C ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു H കൊടുക്കുക അല്ലേ? പിന്നെ അടുത്തത് O, ഇവിടെ C. ഇനി ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ മാറ്റി വരച്ചിരിക്കുന്നത്. ഈ 1ാമത്തെ കാർബണിലെ ബോണ്ടിങ് ഒക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 1ാമത്തത് കൈറാലാണ്. ഇവിടെ H, ഇവിടെ C2H5 ഗ്രൂപ്പ്, CH3, ഇവിടെ മറ്റൊരു ഗ്രൂപ്പ്, 4 ഗ്രൂപ്പ് അല്ലേ? ഇനി ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഓൾറെഡി 3 വന്നു. ഇവിടെ ഒരു H, ഇവിടെ CH2, ഇവിടെ CH3, ഇങ്ങോട്ടൊരു CH2 ആയതുകൊണ്ട് ഇതിവിടെ ഒരു H കൊടുക്കാം. ഇവിടെ മറ്റൊരു ഗ്രൂപ്പാണ്, ഇവിടെ CH2, ഇവിടെ മറ്റൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കറിയാം ഈ 1ാമത്തെ പൊസിഷൻ കൈറാലാണ്. ദിസ് വൺ വിൽ ബി കൈറാൽ. ഇത് കൈറാലാണ്, കാരണം ഇങ്ങോട്ടൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ഇനി 3ാമത്തെ കൈറാൽ എന്ന് പറഞ്ഞാൽ ഇത് കൈറാലായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ബോണ്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇവൻ കൈറാലായിരിക്കും. ഇനി മറ്റ് കൈറാലുകൾ ആരൊക്കെയാന്ന് വെച്ചാൽ ഇതും കൈറാലായിരിക്കും, ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിരിക്കും. അങ്ങനെ 6 കൈറാൽ കാർബണുകളെ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ 3. അടുത്ത, in the diazonization reaction of aryl amines with a sodium nitrate and hydrochloric acid, an excess of sodium chloride, hydrochloric acid is used to primarily to diazonization of aryl amines. Aryl amines-ന്റെ diazonization reaction നടത്തുന്നു. നിങ്ങൾക്കറിയാം, ദിസ് ഈസ് NH2. ഇവനെ സോഡിയം നൈട്രേറ്റ് NaNO2 പ്ലസ് HCl. ഇതിൽ HCl ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാ ധാരാളം HCl യൂസ് ചെയ്യുന്നത്? വെച്ചാൽ നമ്മൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മുടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? ഡയസോണിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്. ഡയസോണിയം ക്ലോറൈഡ് N2Cl അല്ലേ? ഇവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡയസോണിയം ക്ലോറൈഡ് എന്ത് ചെയ്യും അറിയോ? ഇതിലെ അനിലീനുമായിട്ട് കപ്ലിങ്ങിൽ ഏർപ്പെടും. നിങ്ങൾക്കറിയാം കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. കപ്ലിംഗ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ NH2, ഇവിടെ N ഡബിൾ ബോണ്ട് N ആവും, ഇവിടെ ബെൻസീനും വരും അല്ലേ? ഇതാണ് കപ്ലിംഗ്. കപ്ലിംഗ് നടക്കണമെങ്കിൽ ഇവിടെ അനിലീൻ ഉണ്ടാവണം. ഈ അനിലീൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഫ്രീ അനിലീൻ്റെ കോൺസെൻട്രേഷൻ സപ്രസ് ചെയ്യണം. സപ്രസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ അനിലീൻ അവൈലബിൾ ഫോർ കപ്ലിംഗ്. What is the chemical name of vitamin D? Vitamin D ന്റെ വേറെ പേര് കാൽസിഫെറോൾ. അടുത്ത, പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫോളോയിങ്. ഈ പറയുന്നതിൽ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PHBV ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ ആണ്. എസ്റ്റർ ലിങ്കേജ് ഉണ്ട്. 3-ഹൈഡ്രോക്സി ബുട്ടനോയിക് ആസിഡും 3-ഹൈഡ്രോക്സി പെൻറ്റനോയിക് ആസിഡും ചേർന്നുണ്ടാക്കിയ ആളാണ്. നോവോലാക്ക് ക്രോസ് ലിങ്ക്ഡ് അല്ല.
നോവോലാക്ക് ഒരു ലീനിയർ പോളിമറാണ്. നോവോലാക്കിനെ പോളിമറൈസ് ചെയ്തുണ്ടാക്കുന്ന ബേക്ക്ലൈറ്റ് ആണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ലോ ഡെൻസിറ്റി പോളിമർ ഉണ്ടാക്കാനല്ല സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് HDPE ആണ്. ഐസോപ്രീൻ എന്ന് പറയുന്നത് നിയോപ്രീൻ്റെ പോളിമർ അല്ല, മോണോമർ അല്ല. ഐസോപ്രീൻ ഉപയോഗിച്ചുണ്ടാക്കുന്നത് നാച്ചുറൽ റബ്ബറാണ്. Okay, so correct statement is option 4. അടുത്തത് which one is ബാക്ടീരിയോസൈഡൽ ആന്റിബയോട്ടിക്? ബാക്ടീരിയോസൈഡൽ NCERT-ൽ തന്നത് ഞാൻ ഇങ്ങനെ ഓർത്തു വെക്കും, ETC, എർത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ അല്ലേ. സ്ട്രെപ്റ്റോമൈസിൻ എന്തല്ല, ബാക്ടീരിയോസൈഡൽ അല്ല, ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ 4.2 gram ഓഫ് നൈട്രൈഡ് അയോൺ. 4.2 gram ഓഫ് നൈട്രൈഡ് അയോൺ എന്ന് പറയുമ്പോൾ N3 മൈനസ് അല്ലെങ്കിൽ നൈട്രൈഡ് അയോൺ എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് N3 മൈനസ്. ഓക്കെ, ഈ N3 മൈനസ് അയോണിൻ്റെ കേസിൽ 4.2 gram. അപ്പോൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും? 4.2 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് നൈട്രജൻ്റെ 14 അല്ലേ. 4.2 ഡിവൈഡ് ബൈ 14 കിട്ടും. സോ ഇറ്റ് വിൽ ബി 0.3 മോൾസ് അല്ലേ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്രയുണ്ട്? ഒരു നൈട്രജനിൽ തന്നെ 5 വാലൻസ് ഇലക്ട്രോണും 3- ആയതുകൊണ്ട് 8 ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ 0.3 മുള്ള 0.3 ഇൻറ്റു 8 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ വരും. 8 ഇൻറ്റു അവോഗാഡ്രോ 0.3 എന്ന് പറയുമ്പോൾ 2.4 NA വരും. സോ ഓപ്ഷൻ 1 വിൽ ബി ദ കറക്റ്റ് ആൻസർ. അടുത്തത് AA plus BB gives CC plus DD. If the concentration of A is doubled, നമുക്ക് R is equal to K into concentration of A raised to X into B raised to Y into C raised to Z ആണ് ഇക്വേഷൻ എന്ന് വിചാരിക്കാം. ഇവിടെ പറഞ്ഞ എന്താ, എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു. സോ ഇറ്റ് ബിക്കം 2A. ബിക്കും സിക്കും മാറ്റില്ല. സോ 2 raised to X into K into A raised to X into B raised to Y into C raised to Z. Therefore it is equal to 2 raised to X times the R. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് ഡബിൾ വെട്ടുന്നു. X is equal to 1. If the concentration of B is halved, concentration of B പകുതിയാക്കി, A and C constant, rate remains unaffected. ബിയുടെ കോൺസെൻട്രേഷൻ മാറ്റിയിട്ടും റേറ്റിന് മാറ്റില്ല എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ബി ഓർഡർ വിൽ ബി 0. സോ Y is equal to 0. ഇനി അടുത്തത്, if the concentration of C is made 1.5 times, അതായത് സിയുടെ കോൺസെൻട്രേഷൻ എത്രയാക്കി? 1.5 ടേംസ് ആക്കി, അതായത് 3/2C ആക്കി. അപ്പോൾ റേറ്റ് എത്രയായി? 2.25 ടൈംസ് റേറ്റ് ആയി. സോ 3/2 ഓൾ റേസ് ടു Z ഇൻറ്റു R ഇസ് ഈക്വൽ ടു 2.25 R. ആറും വെട്ടി. 3/2 അഥവാ 1.5ൻ്റെ എന്താണ് 2.25? 1.5ൻ്റെ സ്ക്വയർ ആണ്. 1.5ൻ്റെ സ്ക്വയർ ആണ് 2.25. സോ അല്ലേ, 1.5 15ൻ്റെ സ്ക്വയർ 225 എന്നറിയാം. 1.5ൻ്റെ സ്ക്വയർ ആയിരിക്കും 2.25. സോ സെഡിൻ്റെ വാല്യൂ 2. സോ ഇത് ഏത് ഓർഡറാന്നല്ലേ ചോദിച്ചത്? R ഈസ് ഈക്വൽ ടു എന്താ റേറ്റിലോ വരാ? K ഇൻറ്റു A റേസ് ടു 1 ആണ്, B റേസ് ടു 0 ആണ്, C റേസ് ടു 2 ആണ്. സോ ഓവറോൾ ഓർഡർ ഇസ് 1 + 2 3. ഓപ്ഷൻ 3. അടുത്ത കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ഗോൾഡ് ഈസ് prepared by different methods are of different colors. കൊളോയിഡൽ സോളിൻ്റെ കളർ മാറുന്നത് ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഓഫ് ഗോൾഡ് പാർട്ടിക്കിൾസിനെ കൊണ്ടാണ്. ഗോൾഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് മാറുമ്പോൾ കളറും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അടുത്ത റോൾ ഓഫ് ആഡഡ് സോഡിയം സയനൈഡ് ആൻഡ് ആൽക്കലി ഇൻ ദ സെപ്പറേഷൻ ഓഫ് ഗലീന ഫ്രം സിങ്ക് ബ്ലെൻഡ് ആൻഡ് അയൺ സൾഫേറ്റ് ഈസ്. നമ്മൾ സോഡിയം സയനൈഡ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഗലീനയും അയൺ സൾഫൈഡും ഉണ്ടെങ്കിൽ എന്താ അതെന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിങ്ക് സൾഫൈഡും അയൺ സൾഫൈഡും ഉണ്ടാവുമ്പോൾ ഈ 2 സൾഫൈഡ് ഓസും ഫ്ലോട്ടേഷൻ്റെ ഭാഗമായിട്ട് മുകളിലോട്ട് വരും. അപ്പോൾ ഒരാളുടെ മൂവ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ സോഡിയം സയനൈഡ് എന്ന് പറയുന്ന ഡിപ്രസൻ്റ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സോഡിയം സയനൈഡ് വിൽ ഫോം എ കോംപ്ലക്സ് എലോങ് വിത്ത് ദ സിങ്ക്.
ഇങ്ങനെ കോംപ്ലക്സ് ഉണ്ടാക്കിയത് കൊണ്ട് ഈ സിങ്ക് സൾഫൈഡ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോകില്ല, FeS2 മുകളിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ 2 സൾഫൈഡ് ഓസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഡിപ്രസൻസിനെ ആഡ് ചെയ്യുക. സോഡിയം സയനൈഡ് ഈസ് എ ഡിപ്രസൻ ടു ഡിപ്രസ് ദ ഫ്ലോട്ടേഷൻ പ്രോപ്പർട്ടി ഓഫ് സിങ്ക് സൾഫൈഡ് ആൻഡ് അയൺ സൾഫൈഡ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഈസ് ബേസിക് ആൻഡ് റെഡ്യൂസിങ്? ബേസിക്കും ആവണം, റെഡ്യൂസിങ്ങും ആവണം. അത് SO3 2- ആണ്. SO3 2- എന്ന് പറയുന്ന ആളില്ല, ഇനി എന്തില്ല, H+ ഇല്ല. ഇത് റെഡ്യൂസിങ് ആണെന്ന് പറയാൻ കാരണം SO3 2- എന്ന് പറയുന്ന ആള് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നത്? X - 6 is equal to -2 -2 + 6 that is +4 ആണ്. +4 ആണ്. ഇനി അവന് ഓക്സിഡേഷൻ നടക്കാം, അപ്പോൾ അതിനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നടക്കാം. ഇവനൊന്നും ഇനി അത് നടക്കില്ല. ഓക്കെ. അമോണിയ ഈസ് റിയാക്റ്റഡ് വിത്ത് എക്സസ് ക്ലോറിൻ ടു ഫോം. അമോണിയ എക്സസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാകും? അമോണിയ എക്സസ് ക്ലോറിനുമായിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. എക്സസ് ആയിട്ട് ക്ലോറിൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ക്ലോറിൻ ധാരാളം ഉണ്ടെങ്കിൽ നൈട്രജനും ക്ലോറിനും ചേരും, എന്നിട്ട് NCl3 ഉണ്ടാവും, കൂടെ HCl. ഓക്കെ, ഇത് എക്സസ് ക്ലോറിൻ എടുക്കുമ്പോൾ മാത്രം നടക്കുന്ന റിയാക്ഷൻ ആണ്. അടുത്തത്, എ ക്യൂബിക് crystal having molecular formula Ab2O4 O2- ions in CCP arrangement. A+2 ions occupying in tetrahedral voids. A+2 ions എവിടെ നിൽക്കുന്നത്? tetrahedral voidsലാണ്. A+2 will be in tetrahedral voids. Okay. ഇനി B+3 ions is in octahedral voids. B+3 എവിടെയാണ് നിൽക്കുന്നത്? octahedral voidsല. ഓക്കെ. O2- എന്ന് പറയുന്ന ആനയോൺ നിൽക്കുന്നത് CCP അറേഞ്ച്മെന്റിലാണ്. ഓക്കെ. ഇനി എന്താ? പെർസെൻറ്റേജ് ഓഫ് ഒക്യുപ്പൈഡ് ഫ്രാക്ഷൻ ഓഫ് A2+ ions in tetrahedral voids. Tetrahedral voidsൽ എത്ര പെർസെൻറ്റേജിലായിരിക്കും ഇവൻ പെർസെൻറ്റേജ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ A2+ ions എത്ര ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്മൾ നമ്പർ ഓഫ് A2+ ions, നമുക്ക് O2- ions എന്ന് പറയുമ്പോൾ 4 O2- അയോൺ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെ? ഇവിടെ 4 O2- അല്ലേ ഉള്ളത്. അതിൽ ഒന്നാണ് എന്ത്? A ഉള്ളത്, അല്ലേ? പക്ഷേ 4 O2- ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത്? ടെട്രാഹെഡ്രൽ വോയിഡ്സ് ഉണ്ടാവും, അല്ലേ? ഒരു നമ്പർ ഓഫ് ആറ്റംസ് 1 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ വോയിഡ്സ് 2 ആയിരിക്കും. സോ പെർസെൻറ്റേജ് ഒക്യുപ്പൈഡ് ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ 1/8 into 100 ചെയ്യണം. 1/8 into 100 ചെയ്താൽ it will be 12.5%. A sugar syrup of weight 214.2 gram contains 34.2 gram sugar. മൊളാലിറ്റിയാ ചോദിച്ചത്. എങ്ങനെ മൊളാലിറ്റി കണ്ടുപിടിക്കും? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ weight of solvent in kilogram. ഓക്കെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, സൊല്യൂട്ടിന്റെ മാസ് എത്രയാണ്? 34.2 gram ഷുഗർ ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഷുഗർ ഈസ് 34.2 divided by 342, that is 0.1. 0.1 മോൾ ഷുഗർ ഉണ്ട്. 0.1 മോൾ ഷുഗർ. വെയിറ്റ് ഓഫ് സോൾവൻ ഇൻ കിലോഗ്രാം 214.2 ആണ്, അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് എന്തിൻ്റെ വെയിറ്റാ? സൊല്യൂഷൻ്റെ വെയിറ്റാ. അതിൽ 34.2 gram സൊല്യൂട്ടിൻ്റെ വെയിറ്റാ. സൊല്യൂഷൻ്റെ വെയിറ്റിൽ നിന്ന് സൊല്യൂട്ടിൻ്റെ വെയിറ്റ് കുറച്ചാൽ സോൾവൻ്റെ വെയിറ്റ് കിട്ടും. ഇത് ഗ്രാമിലാണ്, കിലോഗ്രാമിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000 ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.1/180 into 1000. അങ്ങനെ ചെയ്താൽ 100/180 കിട്ടും. 5/9 കിട്ടും. ഓക്കെ, 5/9. സോ ഇറ്റ് വിൽ ബി 0.50 4 5 അല്ലേ, 56 0.56 കിട്ടും.
ഓക്കെ, 44ന്റെ ഓപ്ഷൻ അപ്പോൾ ഓപ്ഷൻ 2 കിട്ടും. അടുത്ത 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് AlCl3 and CaCl2 has boiling point T1 and T2 respectively, then their vapor pressure are. വേപ്പർ പ്രഷറിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം വേപ്പർ പ്രഷറും ബോയിലിംഗ് പോയിന്റും എങ്ങനെയാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാ. വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. കാരണം വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഈക്വൽ ആകാൻ എടുക്കുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. ഒരാൾക്ക് വേപ്പർ പ്രഷർ ഇത്രയാണ്, മറ്റൊരാൾക്ക് വേപ്പർ പ്രഷർ കുറവാന്ന് വിചാരിച്ചോ. ഇവൻ കുറവുള്ള ആൾക്ക് ഇത്രയും അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് എത്തണമെങ്കിൽ ടെമ്പറേച്ചർ ഇത്ര വേണം. ഇത് T1, ഇത് T2. ഏതാ വലുത്? T1 is greater than T2. T1 കൂടാനുണ്ടായ കാരണം വേപ്പർ പ്രഷർ കുറഞ്ഞതാണ്. സോ വേപ്പർ പ്രഷർ നേരെ തിരിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ AlCl3 CaCl2. AlCl3 എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് വെള്ളത്തിൽ. നിങ്ങൾക്കറിയാം ഇതിൽ ഡെൽറ്റ TF എന്ന് പറയുന്നത് I × KF × M ആണ്. KFും എമ്മും സീമ. KF വെള്ളം ആയതുകൊണ്ട് സീമ, മൊളാലിറ്റി സീമ. ഐൻ്റെ വാല്യൂ കൂടുതലുള്ളത് AlCl3ക്കാണ്. അപ്പോൾ നമുക്ക് പറയാം 4 ആണ് വരുന്നത് I വാല്യൂ അല്ലേ. മറ്റേത് വരുന്നത് എത്രയാണ് വരുന്നത്? കാൽഷ്യം ക്ലോറൈഡിന് 3 വരുന്നത്. അതെങ്ങനെ കിട്ടി? കാൽഷ്യം ക്ലോറൈഡ് ഡിക്കമ്പോസ് ചെയ്യുമ്പോൾ കാൽഷ്യം 2+ 2Cl-. കാൽഷ്യം 2+ 1 അയോൺ, ഇത് 2 അയോൺ, ടോട്ടൽ 3 അയോൺ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ TF കൂടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ TB കൂടി. ഡെൽറ്റ TB = I × KB × M. ഓക്കെ, ഡെൽറ്റ TB കൂടി എന്ന് പറയുമ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കൂടി, ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് കൂടി. അപ്പോൾ ഡെൽറ്റ TBയുടെ വാല്യൂ കൂടിയാൽ അവനായിരിക്കും ഏറ്റവും കൂടുതൽ വരാം. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടുന്നത് ഇവനാണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക ആർക്കായിരിക്കും? 4 തരുന്ന ആളെ ഫസ്റ്റ് വണ്ണിനായിരിക്കും. ബോയിലിംഗ് പോയിന്റ് ഫസ്റ്റിന് കൂടുന്നതുകൊണ്ട് വേപ്പർ പ്രഷർ കുറവായിരിക്കും ഫസ്റ്റ് വണ്ണിന്. സോ ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത് 4.5 gram of aluminum is deposited at a cathode from solution by certain quantity of electric charge. The volume of hydrogen produced at STP from H+ ion by the same current of electricity is passed. സെയിം കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഫാരഡേസ് സെക്കൻഡ് ലോ പ്രകാരം വെയിറ്റ് ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റഡ് ബൈ വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ വിൽ ബി ഈക്വൽ ടു ദ ഇക്വലന്റ് വെയിറ്റ് ഓഫ് അലുമിനിയം ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഇവിടെ വെയിറ്റ് ഓഫ് അലുമിനിയം എത്രയാ? 4.5 gram ആണ്. വെയിറ്റ് ഓഫ് ഹൈഡ്രജൻ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നറിയില്ല. ഇക്വലന്റ് വെയിറ്റ് ഓഫ് അലുമിനിയം അറിയാം 9, ഹൈഡ്രജന്റെ ഇക്വലന്റ് വെയിറ്റ് 1. Therefore, weight of hydrogen deposited will be equal to 1 × 4.5 divided by 9. That is 1/2, 0.5 gram. 1 മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഓക്യുപ്പൈ ചെയ്യുന്നത് 2 gram ആണ്. 2 ഗ്രാമിൻ്റെ വോളിയമാണ് 22.4 ലിറ്റർ അല്ലേ. ഇത് 1 gram ആവുമ്പോൾ അതിൻ്റെ വോളിയം 11.2 ലിറ്റർ. 0.5 gram ആവുമ്പോൾ അതിൻ്റെ വോളിയം 5.6 ലിറ്റർ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ 46ന് പറ്റിയ ഓപ്ഷൻ 4. അടുത്ത പ്ലോട്ട് ഓഫ് log K വേഴ്സസ് 1/T ഹെൽപ്സ് ടു കാൽക്കുലേറ്റ്. log Kയും 1/ടെമ്പറേച്ചറും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ടെങ്കിൽ അത് അറീനിയസ് ഇക്വേഷൻ പ്രകാരമുള്ള ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താ അറീനിയസ് ഇക്വേഷൻ പറയുന്നത്? log K is equal to log A minus EA by 2.303 RT. ഇതിൽ y equal to mx plus c എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനുമായി കമ്പയർ ചെയ്താൽ log Aയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. log A, ഈ log Aയിലെ A എന്ന് പറയുന്നത് അറീനിയസ് ഫാക്ടർ ആണ്. 1/ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് വരയ്ക്കുന്നു. m എന്ന് പറയുന്നത് സ്ലോപ്പാണ്. EA by 2.303 നെഗറ്റീവ് ആണ്. സോ എനർജി ഓഫ് ആക്ടിവേഷനും കണ്ടുപിടിക്കാം, ഫ്രീക്വൻസി ഫാക്ടറും കണ്ടുപിടിക്കാം. അടുത്ത ഇൻ ദ ഡൈക്രോമേറ്റ് ആനയോൺ. ഡൈക്രോമേറ്റ് അയോണിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ
ഇതിന് ടോട്ടൽ 2- ചാർജ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ 6 CRO ബോണ്ടുകളുണ്ട്. ഡൈക്രോമേറ്റ് ആണ്. Cr2O7 2- ആണ്. Cr2O7 2- ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ഇവിടുത്തെ ബോണ്ടുകൾ എടുക്കുമ്പോൾ ഈ ബ്രിഡ്ജ്ഡ് ബോണ്ടുകൾ CRO ബ്രിഡ്ജ്ഡ് ബോണ്ട്, ഈ CRO ബ്രിഡ്ജ്ഡ് ബോണ്ടും ഈ CRO ബ്രിഡ്ജ്ഡ് ബോണ്ടും ഈക്വൽ ലെങ്ത് ആണ്. ബാക്കിയുള്ള 6 ബോണ്ടുകളില്ലേ, ആ 6 ബോണ്ടുകൾക്കും ഈക്വൽ ലെങ്ത് ആണ്. 6 CRO bonds are equivalent and 2 bridge CRO bonds are equivalent. Okay. അടുത്ത, which of the following is not cleaved by HI? HI ബ്രേക്ക് ചെയ്യാത്തത് ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഒന്നാമത്തെ കോമ്പൗണ്ട് ഡൈവിനൈൽ ഈതർ. ഡൈവിനൈൽ ഈതർ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH ഗ്രൂപ്പ്, അത് തന്നെ ഈതറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുക ഇവിടെയും ഇവിടെയും. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാം ഓക്സിജന്റെ പുറത്ത് ലോൺ പെയർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഓക്സിജന്റെ ലോൺ പെയറിനെ ഇങ്ങോട്ട് കൊടുത്ത് നിങ്ങൾക്ക് റെസണൻസ് സ്ട്രക്ചറുകൾ വരയ്ക്കാവുന്നതാണ്. ഈ ഓക്സിജന്റെ ലോൺ പെയറിനെ ഇങ്ങോട്ട് കൊടുത്ത് നിങ്ങൾ വരയ്ക്കുന്ന റെസണൻസ് സ്ട്രക്ചർ കാരണം ഇതിന് റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സാധാരണയായിട്ട് HIയുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന ഈതറുകളിൽ ഈ ഈതർ മാത്രം എന്ത് ചെയ്യുന്നില്ല, HIയുമായിട്ട് റിയാക്ഷൻ നടത്തുന്നില്ല ഡ്യൂ ടു ദ ഹൈ റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി സ്ട്രക്ചർ. സോ divinyl ether will be the answer. And the last question, hydrolysis of an ester gives a carboxylic acid which on Coles electrolysis yields ethane. The ester is കോൾസ് ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നിങ്ങൾക്കറിയാം ലെസ് എമൗണ്ട് ഓഫ് കാർബൺ ഉള്ള ആളുകളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോളിസിസ് നടത്തിയത് ഏതിനെയാണ്? മീഥൈൽ എത്തനോവേറ്റിനെ ഇലക്ട്രോളൈസിസ് നടത്തുന്നു എന്ന് വിചാരിക്കുക. ഈഥെയിനെ കിട്ടാനായിട്ടാണ് പറയുന്നത് മീഥൈൽ എത്തനോവേറ്റ്. എന്താ മീഥൈൽ എത്തനോവേറ്റ്? CH3 C ഡബിൾ ബോണ്ട് O CH3 അല്ലേ. അങ്ങനെ നമ്മൾ റിയാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഇത് ബ്രേക്ക് ചെയ്യും അല്ലേ, ഇത് ബ്രേക്ക് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതിൽ ഇവിടെ ഇപ്പോൾ 3 കാർബൺ ഉണ്ടായിരുന്നു, 1 കാർബൺ കുറവുള്ള ഈഥെയിനാ കിട്ടുക അല്ലെ, അല്ല 1 കാർബൺ കുറവുള്ള എസ്റ്റർ ആണ് കിട്ടുക. Hydrolysis of an ester gives a carboxylic acid which on Coles electrolysis give ethane അല്ലെ. ഇപ്പോൾ ഈ ഹൈഡ്രോളിസിസ് ഓഫ് an ester gives a carboxylic acid നമുക്ക് നോക്കാം എങ്ങനെ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഉണ്ടാവുക. CH3 C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, ദിസ് ഇസ് മീഥൈൽ എത്തനോവേറ്റ് അല്ലെ. മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, എത്തനോവേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് വാട്ടർ. What will be the product form? It will be forming CH3COOH plus CH3OH. ഇനി ഇവനെ കോൾസ് ഇലക്ട്രോളിസിസ് നടത്തിയ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ എന്ന് പറ. കോൾസ് ഇലക്ട്രോളിസിസ് നടത്തുന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ടർ ഉണ്ട്, CH3COOH ട്രീറ്റ് ചെയ്യുമ്പോൾ മീഥെയിൻ വിൽ ബി ഫോംഡ്. മീഥെയിൻ വിൽ ബി ഫോംഡ്. കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ബി റിമൂവ്ഡ്. സോ അല്ല ഈഥെയിൻ വിൽ ബി ഫോംഡ് അല്ല ഈഥെയിൻ ഉണ്ടായി. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ജോയിൻ ആവുന്നുണ്ടോ നോക്കുക. മീഥൈൽ എത്തനോവേറ്റിനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അസറ്റിക് ആസിഡ് ഉണ്ടായി. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഗിവ്സ് കാർബോക്സിലിക് ആസിഡ്, ശരിയാണ്. വിച്ച് ഓൺ കോൾസ് ഇലക്ട്രോളിസിസ്, കോൾസ് ഇലക്ട്രോളിസിസ് നടത്തിയപ്പോൾ എന്ത് കിട്ടി? ഈഥെയിനെ കിട്ടി. സോ എസ്റ്റർ ഏതാണ്? മീഥൈൽ എത്തനോവേറ്റ്. ഓക്കെ, ഓപ്ഷൻ 2. അപ്പോൾ ഇത്രയാണ് നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.